ഫ്ലഷ് സിസ്റ്റം വരുന്നത് ഈ സൈഡിലാണ് വരുന്നത്. സൈഡിലാണല്ലേ? ഓക്കെ. ടാങ്ക്ലെസ് എന്ന് പറയാൻ നേരത്ത് ഇതിന്റെ സിസ്റ്റം എങ്ങനെയാ വരുന്നത്? സിസ്റ്റം വരുന്നത് ഡയറക്റ്റ് വാട്ടർ ടാങ്ക് എന്നുള്ള കണക്ഷൻ വരുന്നത്. നാഷണൽ സ്റ്റാൻഡേർഡ് വൈറ്റ് ആണെങ്കിൽ തന്നെ ഇത് കുട്ടികളുടെ റൂമിലും അട്രാക്ഷൻ ചെയ്യണ രീതിയിൽ. ഇതിപ്പോ വാഷ് ഡൗൺ ആണ് ഇപ്പൊ വർക്ക് ചെയ്യണത് അല്ലേ? നോർമൽ. ഇതാണ് സൈഫോണിക് സിസ്റ്റം എന്ന് പറയുന്നത്. വേസ്റ്റ് പ്രഷറിൽ തള്ളി വിടുന്നത്. പിന്നെ നല്ല ക്ലീൻ ആക്കി ഇടണമല്ലോ. ടോയ്ലറ്റ് സാനിറ്ററീസും ബാത്ത് വേസും വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് EWC, യൂറോപ്യൻ വാട്ടർ ടോയ്ലറ്റ്സ്. ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല. വാഷ് ഡൗൺ, സൈഫോണിക്, റിംലെസ്, ഓട്ടോമാറ്റിക്, ടാങ്ക്ലെസ് എന്നീ മോഡലുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. വെൽക്കം ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. ആഷ്ടെൻസ് കോൺസെപ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാനിറ്ററി ബാത്ത് ഫിറ്റിംഗ്സിന്റെ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വൻ കളക്ഷൻസ് ഉള്ള ലീമ ഹോസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കലൂർ കടവന്തര കത്രക്കടവ് പാലത്തിനടുത്താണ് ഈ സ്ഥാപനം. ലീമ ഹോസ് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതെ. ലീമ ഹോസ് ഏതെല്ലാം ബ്രാൻഡഡ് കമ്പനീസിന്റെ ബാത്ത് വെയർസ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? നമ്മൾ ഡീൽ ചെയ്യണത് ജാഗുർ, ഹിൻഡ്വെയറിന്റെ പ്രീമിയം ബ്രാൻഡ് ക്യൂओ, കാർല, പിന്നെ RAK, കോളർ കമ്പനികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഒരു വീട് പണിതിട്ട് നമ്മുടെ ബാത്ത് ഫിറ്റിംഗ്സ് സെലക്ട് ചെയ്യാൻ വരുന്നവർക്ക് പലപ്പോഴും ഒരു ഡൗട്ടും സമയമെടുത്ത് സെലക്ട് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് ഈ ബാത്ത് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. അത് ഏത് കമ്പനിയുടെ നല്ലത്, ഏത് ഫിറ്റിംഗ്സ് ആണ് എന്റെ വീടിന് സൂട്ടബിൾ എന്നുള്ള പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പൊ നമുക്ക് തന്നെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ജാഗ്വറിന്റെ EWC ബാത്ത് ഫിറ്റിംഗ്സ് ആണ്. അപ്പൊ ഏതാണ് ജാഗ്വറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയാം? നമുക്ക് ജാഗ്വറിൽ സിംഗിൾ പീസ് വരുന്നുണ്ട്. സിംഗിൾ പീസിൽ തന്നെ പല ട്രാപ്സ് വരുന്നുണ്ട്. 30 സെന്റിമീറ്ററിന്റെ 22 സെന്റിമീറ്ററിന്റെ ഒക്കെ വരുന്നുണ്ട്. നോർമൽ വാഷ് ഡൗൺ ഉണ്ട്. സൈഫോണിക് മോഡൽ വരുന്നുണ്ട്. പിന്നെ വോൾ ഹാങ് വരുന്നുണ്ട്. കൺസീൽ ടാങ്ക് വോൾ ഹാങ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ എക്സ്റ്റൻഡഡ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്. ഈ ഫ്ലഷ് ടാങ്ക് പുറത്ത് വരുന്ന ടൈപ്പ് അല്ല, എക്സ്റ്റൻഡഡ് വോൾ ഹാങ് അങ്ങനത്തെ ടൈപ്പ് എല്ലാം വരുന്നുണ്ട്. ഈ സൈഫോണിക്കും അതുപോലെ വാഷ് ഡൗൺ EWC അതൊന്ന് വിശദീകരിക്കുക, ഒന്ന് കാണിച്ചോ. പലർക്കും അത് ഏതാണെന്ന് തിരിച്ചറിയണം. വാഷ് ഡൗൺ മോഡൽ നമുക്ക് ഈ ഒരു മോഡലാണ് വാഷ് ഡൗൺ എന്ന് പറഞ്ഞത്. ഈ ഹോളാണ്. സൈഫോണിക് മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ഹോൾ ഉണ്ട് അവിടെ. സൈഫോണിക്കിന്റെ ഹോള് ചെറുതായിരിക്കും. ഇവിടെ ഒരു എയർ സർക്കുലേഷൻ നടക്കും. അപ്പോഴേ അതിനാണ് ആ എയർ പൈപ്പ് ഒരു 1.5 മീറ്ററിന്റെ ഉള്ളിൽ ഇടണമെന്ന് പറയുന്നത്. അതിന്റെ അകത്തൊരു എയറിന്റെ ഒരു സ്പേസ് ഉണ്ടല്ലേ? സ്പേസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പോഴാണ് ഈ സൈഡിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ വരും. ഇപ്പൊ ടൊർണാഡോ ഫ്ലഷിംഗ് പോലെ ഇവിടെ നിന്ന് കറങ്ങി വരുന്നതിന് നമ്മൾ ടൊർണാഡോ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞപ്പോ കറക്കും. പിന്നെ അവിടെ നിന്ന് വലിച്ചും പോകുമ്പോ ക്ലീൻ ആവും. ഫുള്ളി ക്ലീൻ ആവും. ഹൈജീനിക് ആയിരിക്കും. ഇതിപ്പോ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ കോമൺ നോർമൽ ആയിട്ടുള്ളത് വാഷ് ഡൗൺ. അതിന്റെ ഈ സൈഡിൽ കൂടി മാത്രം വരുന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് വൈസ് എങ്ങനെയാണ്? ഇതിന് റേറ്റ് കൂടുതലാണ് ഈ സൈഫോണിക് എന്ന് പറയുന്നത്? ഇല്ല, നോർമലി നമുക്ക് ഇതിൽ വരുമ്പോ ഒരു സ്റ്റാർട്ടിങ് 21,300 വരും. ഏത് ജാഗ്വറിന്റെ ഈ ഒരു സിസ്റ്റത്തിന് ഇത് സിംഗിൾ പീസ് ആണ് വരുന്നത്. സിംഗിൾ പീസ് ടാങ്ക് കൂടി ഉൾപ്പെടെയുള്ളത്. അപ്പൊ ഇത് സ്ലോ ക്ലോസ് ആണല്ലേ? ഇതിന് എന്ത് പ്രൈസ് ആണ് വരുന്നത്? ഇത് ഓഫർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് MRP വരുമ്പോൾ 24,500 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 21,300 വരും. 21,300 വരുന്നത്. ഓക്കെ. ഇത് രണ്ടും കൂടി കൂടിയൊരു മോഡലാണല്ലേ? മോഡല് ഇതാണെങ്കിൽ നോർമൽ വാഷ് ഡൗൺ മോഡലാണ്. MRP വരുമ്പോൾ 16,200 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 13,900 വരും. 13,900. ഓക്കെ. നല്ലൊരു മോഡലാണ് എന്റെ. ഈ സൈഫോണിക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ? സൈഫോണിക്കും ടാങ്ക്ലെസ് മോഡലും ആണ്. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള മോഡലാണല്ലേ? സൈഫോണിക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിക്കും. സൈഫോണിക് ഇതിപ്പോ വാഷ് ഡൗൺ ആണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അല്ലേ? നോർമൽ. ഇതാണ്
സൈഫോണിക് സിസ്റ്റം വേസ്റ്റ് പ്രഷറിൽ തള്ളി വിടുന്നത്. പിന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇടണമല്ല. ഓക്കെ, ഇതിപ്പോ ടാങ്ക്ലെസ് മോഡലും കൂടിയാണ്. ടാങ്ക്ലെസ് മോഡലാണ്. MRP ഒക്കെ വരുമ്പോ 28,000 റേഞ്ച് വരും. ഓ, എല്ലാം കൂടി ഉള്ളൊരു മോഡലാണ്. നല്ലൊരു മോഡലാണ്. പിന്നെ ഇതേപോലെ ഈസി ക്ലീൻ ഓട്ടോമാറ്റിക് ക്ലീനിങ് വാഷ് ബേസ് ഉണ്ട് അവർക്ക്. വാഷ് ബേസിൽ തന്നെ ഈസി ക്ലീൻ ആയിട്ടൊരു മോഡലാണ്. നമുക്ക് സെൻസർ ടാപ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വെള്ളം നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ വീടുണ്ടെങ്കിൽ ക്ലീൻ ഔട്ട് ആവും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടി വെള്ളം വരും, സൈഡിൽ കൂടി വന്ന് ക്ലീൻ ഔട്ട് ആവും. അപ്പൊ അതെങ്ങനെ പ്രവർത്തിക്കുന്നതിന് മോട്ടർ ഉണ്ടോ? പ്രഷർ പമ്പ് തന്നെയുള്ള വരുന്നുള്ളൂ. ഓക്കെ, സൈഫോണിക്കിന്റെ തന്നെ വേറൊരു മോഡലാണ്, ഒരു സ്ക്വയർ ടൈപ്പ് മോഡലാണ്. സ്ക്വയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനെങ്ങനെ പ്രൈസ് വ്യത്യാസമുണ്ട്? ഡുറാപ്ലാസ്റ്റിന്റെ സീറ്റ് കവറാ വരുന്നത്. കട്ടി കൂടിയ മെറ്റീരിയൽ. നമ്മൾ അവിടെ കണ്ടതും സെയിം തന്നെയാണ്. ഡ്യൂറാപ്ലാസ്റ്റിന്റെ സീറ്റ് കവറാ വരുന്നത്. MRP വരുന്നത് 37,500 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 32,700 വരും. ഫയർ പാറ്റേൺ ആയതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഇതാണെങ്കിലാണ് ഇതും നല്ലൊരു സ്ലീക്ക് മോഡലാണ്. ഇതൊരു ഓവൽ ടൈപ്പ് ആണ് വരുന്നത്. സൈഫോണിക് തന്നെ മോഡലാണ്. ഇതിന്റെ MRP വരുന്നത് 23,500 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 2400 വരും. ഈ മോഡല് കുറച്ചും കൂടി ഒതുങ്ങിയ ഒരു ക്യൂട്ട് മോഡൽ എന്ന് പറയാം. സൈഫോണിക് തന്നെയാണ്. സൈഫോണിക് തന്നെ മോഡലാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുമ്പോൾ MRP വരുമ്പോൾ 30,500 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 26,300 വരും. ഓ യെസ്, ചെറുതാണെങ്കിൽ വിലയുണ്ട്, എന്നാലും നല്ലൊരു ക്യൂട്ട് മോഡലാണ്. സ്ക്വയർ ആണ്, കട്ടിങ് ഉള്ള മോഡൽ. സെയിം തന്നെ സൈഫോണിക് മോഡലാണ് വരുന്നത്. ഇപ്പൊ കൂടുതലും സൈഫോണിക് ആണ് വരുന്നത്. ക്ലീനിങ് നല്ലതായിരിക്കും, ഹൈജീൻ ആയിരിക്കും. എയർ പൈപ്പ് ഒരു 1.5 മീറ്ററിന്റെ ഉള്ളിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് വോൾ ഹാങ്ങിങ് മോഡൽസിലേക്ക് ഒന്ന് നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് വോൾ ഹാങ്ങിന് സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണ് ഇത് വരുന്നത്. MRP വരുന്നത് 9,750 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 8,670 വരും. ഇതിന്റെ എന്ന് വെച്ചാൽ ഫുള്ളി കവേർഡ് ആണ്, അടി പോലും കവേർഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ, സൈഡിൽ കൂടിയാണ് ബോൾട്ടിങ് വരുന്നത്. ഇതിന്റെ കവർ വരുന്നത് പ്ലാസ്റ്റിക് സീറ്റ് കവർ തന്നെ, ക്വാളിറ്റി കവർ. അപ്പൊ ഇതിൽ വരുമ്പോഴും ഈ സൈഫോണിക് ആണ്, ഇത് നോർമൽ അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതിൽ തന്നെ റിംലെസ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞ ഇത് റിംലെസ് മോഡൽ. റിംലെസ് ആണ്. ഓക്കെ, ഇപ്പൊ കൂടുതലും റിംലെസ് മോഡലാ പോണെന്നല്ലേ? ഓക്കെ, ഇത് ഏത് മോഡലാണ്? ഇത് ജാഗോറിന്റെ തന്നെ കുറച്ചും കൂടി റേഞ്ച് കൂടിയതാണ്. ഫുള്ളി റിംലെസ് ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. ഫുള്ളി റിംലെസ് ആണ്. സീറ്റ് കവറാണ്. ഇതും ഫുള്ളി കവേർഡും ആണ്, അടിയിലും കവേർഡ് ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് ചെറുതാണല്ലേ സാധാരണ? കോമ്പാക്ട് ആണ്. MRP വരുന്നത് 14,000 വരും. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 12,900 വരും. ഇതൊക്കെ നമുക്ക് ലോഡ് ബെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? വലിയൊരു വെയിറ്റ് ഉള്ള ആളുകൾ? എല്ലാം 500 kg ആ റേഞ്ച് വരുന്നത്. 500 kg വെയിറ്റ് ഉള്ള ആളുകൾക്ക് 500 kg വെയിറ്റ് അല്ല എന്ന് പറഞ്ഞത്, അതായത് ഒരാളുടെ ഇരിക്കുന്ന വെയിറ്റിന് ഡബിൾ ആണല്ലോ അതിന്റെ സീറ്റിംഗ് വെയിറ്റ് വരുന്നത്. അത് എല്ലാ വോൾ ഹാങ്ങിലും സെയിം തന്നെ വരും. പറയുമ്പോ ടെസ്റ്റഡ് വെയിറ്റ് ആണല്ലോ ഈ പറഞ്ഞ 500 kg. ഓക്കെ ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. നോർമലി നമ്മളിവിടെ വരുമ്പോ തന്നെ സീറ്റ് കവർ ഓപ്പൺ ആവും, സെൻസ് ചെയ്തിട്ട് ഓപ്പൺ ആവും. പിന്നെ ഇവിടെ ബിഡറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ ബിഡറ്റിന്റെ സംവിധാനം സെൻസറി വരുന്നുണ്ട്. സീറ്റില് ചൂടാവും. നോർമൽ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടല്ലേ? സീറ്റ് കവർ ക്ലീൻ ആവാൻ വേണ്ടി, ഡ്രൈ ആകാൻ വേണ്ടി ഒരു സംവിധാനം. പ്രൈസ് വരുന്നുണ്ട്, കോസ്റ്റ്ലി ആയിരിക്കും അറിയാം, എന്നാലും 1,17,000 വരുന്നുണ്ടല്ലേ? ഇത് ആഗ്രഹമുള്ളവർക്ക് ഇത് വെറും മേടിച്ചു വെക്കാം, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിന്റെ ഫ്ലഷ് ചെയ്യണതിന്റെ സിസ്റ്റം എവിടെയാണ്? ഫ്ലഷ് ചെയ്യുന്ന സിസ്റ്റം വരുന്നത് ഈ സൈഡിലാണ് വരുന്നത്. സൈഡിലാണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ ടാങ്ക്ലെസ് എന്ന് പറയാൻ നേരത്ത് ഇതിന്റെ സിസ്റ്റം എങ്ങനെ വരുന്നത്? സിസ്റ്റം വരുന്നത് ഡയറക്റ്റ് വാട്ടർ ടാങ്ക് എന്നുള്ള കണക്ഷൻ വരുന്നത്. 4 ലിറ്റർ വെള്ളം വരും ഫ്ലഷിങ്ങില്. 4 ലിറ്റർ വെള്ളം വരും. ഓക്കെ.
അതിലൊരു ബാറ്ററി ഉണ്ട്. അപ്പൊ ഇത് എന്താണ് പ്രവർത്തിക്കുന്നത്? ബാറ്ററി എന്താണ് ഇതിന് സംവിധാനം എങ്ങനെയാണ്? നോർമൽ ബാറ്ററി വർക്ക് ചെയ്യത്തുള്ളൂ. അല്ല, ഈ ബാറ്ററി പവർ എന്തിനാണ് വരുന്നത്? ഫ്ലഷിങ്ങിന് വേണ്ടിയാണ്. ഫ്ലഷിങ്ങിന് വേണ്ടി. നമുക്ക് പ്രഷർ പമ്പ് വേണം ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ. നോർമൽ ഇത് ടാങ്ക്ലെസ് മോഡൽ ആയതുകൊണ്ട് ഇതിന് പ്രഷർ പമ്പ് വേണം. 1 bar പ്രഷർ വേണം ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പൊ ഒരു ബാറ്ററി ബാക്കപ്പും കൂടി ഉണ്ട്. അപ്പൊ വേറെ പ്രഷർ പമ്പ് വേണ്ടേ? അപ്പൊ പ്രഷർ പമ്പ് മസ്റ്റ് ആണ്. അത് കൂടാണ്ട് ഇതിൽ തന്നെ ഒരു പമ്പിന്റെ സംവിധാനം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ വാഷ് ഡൗൺ ഉണ്ട്, സൈഫോണിക്കും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള അല്ലേ? ഇനി നമ്മുടെ വാഷ് ബേസിനുകൾ, ഇതാണ് ജാഗോറിന്റെ ഏറ്റവും ചെറിയ മോഡൽ അതുകൊണ്ടല്ലേ? ചെറിയ മോഡലാണ്, ഒരു ക്യൂട്ട് മോഡലാണ്. ഡെപ്തും ഉണ്ട് അത്യാവശ്യത്തിന്. ഇപ്പോഴും ഡെപ്ത് ആണ് നമ്മൾ നോക്കുന്നത്. ഡെപ്താണ് നമ്മൾ മെയിൻ ആയിട്ട് വാഷ് ബേസിന് എടുക്കുമ്പോൾ നോക്കുമ്പോൾ വെള്ളം തെറിച്ച് പോകത്തില്ല. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതാകുമ്പോ 2090 റേഞ്ച് ഒക്കെ വരത്തുള്ളൂ. നല്ല ക്യൂട്ട് മോഡലാണ്. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 2090. ആ ഓക്കെ. ഇതും കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് ഡെപ്ത് കുറവാണ്, എന്നാലും ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5660 കൂടിയ മോഡലാണ്. ഓക്കെ. അത് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഡെപ്ത് കുറവാണ്, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള ഇത് നോക്കാം. ഇതൊരു നോർമൽ മോഡലാണ്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഡിസ്കൗണ്ട് ഒക്കെ 3890 വരും. വെയിറ്റും കുറവാണ്, നമുക്ക് അത്യാവശ്യം വലിപ്പമുണ്ട്. വലിപ്പമുള്ള ഒരു മോഡലാണ്. റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞൊരു 5600 ആ റേഞ്ചിൽ വരുന്നു. ഇതൊന്നെല്ലാം ഇത് സ്ക്വയറിന് താല്പര്യമുള്ളവർക്കാണ്. നമുക്ക് ഇതിൽ ടാപ്പ് കോളം വരുന്നുണ്ട്. ചെറിയൊരു നോർമൽ ടാപ്പ് വെച്ചാലും മതി. കൊടുക്കുന്നത് ലെങ്തി ആയിട്ടുള്ള ഒരു താല്പര്യമുള്ളവർക്ക് ഇന്റഗ്രേറ്റഡ് വാഷ് ബേസ് ആണ്. നോർമൽ നമുക്ക് പഴയതൊക്കെ പെഡസ്റ്റല് സെപ്പറേറ്റും വാഷ് ബേസിൻ സെപ്പറേറ്റ് 2 പീസ് ആയിട്ടാണ് വരുന്നത്. ഒറ്റ മോൾഡിംഗ് ആയിട്ട് വരുന്നത് ഇന്റഗ്രേറ്റഡ്. ഒരെണ്ണത്തിന് എന്ത് പ്രൈസ് വരുന്നത് ഇതിന്? ഇതാവുമ്പോ ഡിസ്കൗണ്ട് കഴിഞ്ഞൊരു 9850 വരും. ചെറിയ നല്ല അത്യാവശ്യം ഡെപ്തും ഉണ്ട്, നല്ലൊരു ഷേപ്പാണ്. ഇത് ഇതാവുമ്പോ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 9400 റേഞ്ച് ഒക്കെ വരും. ഇതാവുമ്പോ 10100 റേഞ്ച് വരുന്നത്. ഇതെല്ലാം 2 പീസ് വാഷ് ബേസിനാണ്. ഇത് കമ്പാരിറ്റീവ്ലി മറ്റേ നോക്കുമ്പോൾ റേറ്റ് കുറവാണല്ലേ? ഇത് എന്നാലും ഒരു 2 പീസ് സെറ്റ് ആണെങ്കിൽ എന്ത് പ്രൈസ് വരുന്നുണ്ട്? 2 പീസ് സെറ്റ് വരുമ്പോ ഒരു 6000 താഴേക്ക് വരുന്നത്. ഹിൻഡ് വെയറിന്റെ ബാത്ത് ഫിറ്റിംഗ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹിൻഡ് വെയറിനും ജാഗോറിന്റെ ഉള്ള പോലെ തന്നെയുള്ള മോഡൽസുകളാണ് കൂടുതലും വരുന്നത്. സെയിം മോഡൽ തന്നെ വരുന്നത്. വോൾ ഹാങ്ങും സിംഗിൾ പീസും വോൾ ഹാങ്ങിങ് എല്ലാം ഏകദേശം അതുപോലെ. ഈ പ്രൈസ് വൈസ് എങ്ങനെയാണ് ഇത് തമ്മിൽ? റേറ്റ് ഹിൻഡ് വെയറിന് കുറവ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കമ്പാരിറ്റീവ്ലി വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയ വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പെഡസ്റ്റൽ മോഡലാണ് ചെറുത്. ഇതൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ചെറിയൊരു മോഡലാണുള്ളത്. ചെറിയ മോഡലൊക്കെ വരുമ്പോ ഒരു 4000 താഴെ വരത്തുള്ളൂ. ഇതിനൊരു 4000 റുപ്പീസ് ഉണ്ടല്ലേ MRP വരുന്നത്. നല്ല ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ വരുമ്പോ ഒരു 3000 ആ റേഞ്ച് ഒക്കെ വരും. ഓക്കെ. ഇതിപ്പോ വാഷ് ഡൗൺ സിസ്റ്റം ആണ്, രണ്ടും മിക്സ് ആണല്ലോ ഈ മോഡൽസ്? നോർമൽ മോഡൽസ് ആണ് എല്ലാം വരുന്നത്. ഇതൊക്കെ എന്ത് സ്റ്റാർട്ടിങ് വരുന്ന മോഡൽസ് ആണ് ഇതൊക്കെ? ഇതൊക്കെ ഒരു 16000 14500 ആ റേഞ്ച് ഒക്കെ വരും. MRP വരുന്നല്ലേ? 14500 ഒക്കെ വരുന്നത്. ഈ വാഷ് ബേസിന് ഇതെന്ത്? ഇത് നമ്മൾ താഴെ ഇന്റഗ്രേറ്റഡ് വാഷ് ബേസ് ആണ്. ഇപ്പൊ ഒറ്റ മോൾഡിംഗ് ആ വരുന്നത്. അതൊക്കെ വരുമ്പോ 9580 വരുന്നു. ഇതാണെങ്കിൽ 10340 വരുന്നുള്ളൂ. ഹിൻഡ്വെയറിന്റെ പ്രീമിയം ബ്രാൻഡാണ് ക്യൂ എന്ന് പറയുന്നത്. പ്രീമിയം സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പ്രൈസ് വൈസ് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ? റേറ്റ് കൂടുതലാണ്. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഓക്കെ. ഫിനിഷിംഗ് കാണുമ്പോ തന്നെ നമുക്ക് ടച്ച് ആൻഡ് ഫീലിംഗ് തോന്നുന്നുണ്ട്. മറ്റുള്ള നേരത്തെ ജാഗോറിന്റെ ഹിൻഡ് വെയറിന്റെ കണ്ടെയ്നറിലും വ്യത്യാസമുണ്ട്. ആ ഒരു ക്വാളിറ്റി
കോട്ടിങ്ങിന്റെ ഒരു സെറാമിക്കിന്റെ നാനോ കോട്ടിങ്ങിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ ഇതിന് ശരിക്കും. ഇതിന്റെയൊക്കെ WC-ക്കൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് നോർമൽ സ്റ്റാർട്ടിങ്? ഒക്കെ വരുമ്പോൾ ഒരു 28,490 ആ റേഞ്ചിലൊക്കെ മുതലുണ്ട്. പിന്നെ എബോവ് ആയിട്ട് വരുന്ന മോഡൽസ്. ലീമ ഹോസിന്റെ തന്നെ ഓൺ പ്രൊഡക്റ്റ് കാർല എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്, ബാത്ത് ഫിറ്റിങ്സ്. അത് ക്വാളിറ്റി വൈസും പ്രൈസ് വൈസും ഏറ്റവും മികച്ചാണെന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. കാർല ഒരു നല്ലൊരു പേര് തന്നെയാണ്. ഒത്തിരി വെറൈറ്റീസ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ സെയിം തന്നെ. വാഷ് ബേസിൻസും ക്ലോസറ്റും അവർ കളർ മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കളർ കഴിയുമ്പോൾ തന്നെ പുറമേ നമ്മൾ ഡാർക്കും ഉള്ളിൽ ലൈറ്റ് കളേഴ്സിന്റെ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് പല കമ്പനിക്കും ഇല്ലാത്ത മോഡലാണ്. ഈ എല്ലാവരും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വൈറ്റ് ആണെങ്കിൽ തന്നെ ഇത് കുട്ടികളുടെ റൂമിലും ചെയ്യണ രീതിയിൽ അവരുടെ പോട്ട്സ് നമ്മൾ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസൈഡും ഔട്ട് സൈഡും രണ്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കാർല സെറാമിക് ഇതിന് തന്നെ എൻ്റെ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ അതിൻ്റെ മേക്കിംഗ് വന്നേക്കണം എന്നുള്ള, അതിൻ്റെ കോട്ടിങ്ങും കളർ ഫെയ്ഡൊന്നും വരില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും അതിന് രണ്ട് കളർ ഷെയ്ഡിൽ വന്നേക്കണം. ബോട്ടം വേറെ കവറിന് വേറെ അല്ലേ? ഉള്ളിൽ വേറെ നമുക്ക് നോക്കാം. സീറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ അകത്തും കൊടുത്തേക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഹിൻഡ് വെയറിന്റെ ക്യൂവിന്റെ സ്റ്റാൻഡേർഡിലൊപ്പം നിൽക്കുന്ന ഒരു മോഡലാണ് തോന്നല്ലേ? ഓക്കെ. അതിൻ്റെ എല്ലാം വൈറ്റ് വാഷ് ബേസിനും WC-യും ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഷൈനിങ് കോട്ടിങ്ങിന്റെ പ്രത്യേകത ഉണ്ട് ഇതിന്. കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റേറ്റ് വൈസ് നോക്കുമ്പോഴും നമുക്ക് എക്കണോമിക്കൽ റേഞ്ചിലാണ് വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ 5,200 ആ റേഞ്ച് വരുന്നുള്ളൂ. സ്ക്വയർ പാറ്റേൺ ആണ്. ഇതാകുമ്പോൾ ഒരു ഓവൽ ടൈപ്പ് ആണ്. അതും വരുമ്പോൾ 4,125 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. എക്കണോമിക്കലി സ്പെഷ്യാലിറ്റി നല്ലൊരു വൈറ്റ്, എല്ലാം വൈറ്റ് ആണെങ്കിൽ തന്നെ വൈറ്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ. യെസ്, അത് കാണുമ്പോഴും ആ ടച്ച് ചെയ്യുമ്പോഴും ആ ഫീലിംഗ് ഉണ്ട് അതിൽ. ക്ലോസറ്റിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് പല സൈസിലും വരുന്നുണ്ട്. 220-ലും വരുന്നുണ്ട്, 30 സെന്റിമീറ്ററിലും വരുന്നുണ്ട്. സെയിം തന്നെ മോഡൽ പി ട്രാപ്പ് നമുക്ക് അപ്പോൾ ഓരോ മോഡൽ സെയിം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഷേപ്പ് വരുന്നല്ലേ. ഈ വാഷ് ബേസിന് ഇപ്പോൾ അത് 2 സെറ്റ് ആണെങ്കിൽ ഒറ്റ സിംഗിൾ പീസ് ആണത്? ഇത് 2 പീസ് ആയിട്ട് വരുന്നത്. വാഷ് ബേസിനും പെഡസ്ട്രലും കൂടി വരും. ഇപ്പോൾ ഈ വാഷ് ബേസിന് എന്ത് പ്രൈസ് വരും? വാഷ് ബേസിന് മാത്രം വരുമ്പോൾ 2,250. നമുക്ക് വാഷ് ബേസിന് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ വിൽക്കാം. പെഡസ്ട്രലും കൂടി ഇൻക്ലൂഡ് ആണെങ്കിൽ 1,615 വരും എക്സ്ട്രാ. അപ്പോൾ ഒരു 4,000 റേഞ്ചിലൊക്കെ വരും. 2,000 റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ എത്ര വരും? ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞൊരു 3,000 റേഞ്ചിലൊക്കെ വരും റേറ്റിൽ. യെസ്, നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൈസ് വൈസും കുറവാണ്, എക്കണോമിക്കൽ റേഞ്ചിലാണ് വരുന്നത്. ഇത് നല്ല ക്യൂട്ട് മോഡലുള്ളത്. ചെറിയ വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മോഡൽ വയ്ക്കാം. യെസ്. ഇപ്പോൾ കാർല ഈ മോഡലിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ റിംലെസ്സും അതുപോലെ വാഷ് ഡൗണും സൈഫോണിക് എല്ലാം ഉണ്ടല്ലോ. ഇതാണ് സൈഫോണിക് മോഡലാണ്. ഫ്ലഷിങ് വരുന്നുണ്ട്. 1, 2, 3, 4, 5 ഫ്ലഷിങ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഫ്ലഷിങ് വരുന്നുണ്ട്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതാവുമ്പോൾ 12,375 ആണ് MRP വരുന്നത്. അതിൽ ഡിസ്കൗണ്ട് വരും 10,000 താഴെ ആ റേഞ്ചിലൊക്കെ. അപ്പോൾ മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു എക്കണോമിക്കൽ റേറ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. ബഡ്ജറ്റ് വൈസും കുറവാണ്, നല്ല ക്വാളിറ്റി സാധനമുണ്ട്. ഇതിപ്പം ഇതിന്റെ കവർ എങ്ങനെയാണ്? ഇതാണ് ഇത് നോർമൽ PP സീറ്റ് കവറാണ് വരുന്നത്. PP സീറ്റ് കവർ ഇത് നോർമൽ PP സീറ്റ് കവറാണ് വരുന്നത്. പോളിപ്രോൺ. പിന്നെ ഡ്യൂറാപ്ലാസിന്റെ വരുമ്പോൾ ഇങ്ങനത്തെ മോഡൽ വരും. ഡ്യൂറാപ്ലാസിന്റെ കട്ടി വരും. ഇത് നോർമൽ വാഷ് ഡൗൺ മോഡലാണ്. ഡ്യൂറാപ്ലാസ്റ്റിന്റെ. ഇതിനാണെങ്കിൽ എന്ത് പ്രൈസ് വരുന്നത്? ഡ്യൂറാപ്ലാസ്റ്റ് സീറ്റ് കവർ വരുമ്പോൾ 12,865.
അപ്പൊ ഏകദേശം ഒരു 10,000 ആ റേഞ്ചിലൊക്കെ നിൽക്കും. ഓ യെസ്, 10,000 രൂപക്ക് വേറൊരു കമ്പനിയുടെ മോഡൽ കിട്ടൂല. അത് ഇത്രയും ക്വാളിറ്റി ഫിനിഷിംഗ് ആയിട്ടുള്ള. ഇത് വാൾ മൗണ്ടഡ് വരുന്നത് അല്ലേ? വാൾ മൗണ്ടലും ഇത് കൊള്ളാം. ഇതിനും ഏതാണ്? 2. യെസ്, ഇതിന്റെ കവറ് ഡ്യൂറാപ്ലാസ്റ്റിന്റെ തന്നെ അല്ലേ? ഓക്കെ. ഇതിനും ഈ പറഞ്ഞ പോലെ MRP 12,800 ആണ്. ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു റേറ്റ് വരും. 10,000 റേഞ്ചിൽ നിൽക്കണ രീതിയിൽ. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലായത്. ഇതിൻ്റെ ക്വാളിറ്റി വൈസും റേറ്റ് വൈസും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കവറാണ്. നമുക്ക് അല്ലെങ്കിൽ സീറ്റ് കവറിന്റെ ഇവിടെ നിന്നാണ് നമ്മൾ ബോൾട്ട് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലീനിങ് ഒക്കെ എളുപ്പമായിരിക്കും. യെസ്, ഇതിന്റെ സൈഡിൽ ബോൾട്ടിങ്ങിന്റെ സംവിധാനമൊക്കെ സൈഡിലല്ല, ഇവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സീറ്റ് കവർ ഫിറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യും. ക്ലോസറ്റ് ബോൾട്ട് എല്ലാം വെച്ച് ടൈറ്റ് ചെയ്യണം. ഫുൾ പെഡസ്റ്റൽ നമ്മൾ പണ്ടൊക്കെ കണക്ക് ജസ്റ്റ് ഒറ്റ വാഷ് ബേസിനും ഒരു സാധാരണ നോർമൽ ഫുൾ പെഡസ്റ്റൽ. ഇത് അപ്പൊ ഒറ്റ നമ്മ ഇന്റഗ്രേറ്റഡ് വാഷ് ബേസൻ കണ്ട പോലെ ഇന്റഗ്രേറ്റഡ് ഫുൾ പെഡസ്റ്റലാ വരുന്നത്. അതിന്റെ ബ്ലാക്കും ബ്ലാക്ക്. ഇത് 2 പീസാണ്. ഇത് 2 പീസാണ്. ഓക്കെ. അപ്പൊ ഇതിൽ വരുന്ന ഒരു 4,355 വരുന്നത്. ഓക്കെ. ഇത് നല്ലൊരു വാഷ് ബേസിനാണ്. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊരു 5,625 റേഞ്ച് വരും. അതിന് ഡിസ്കൗണ്ട് വരുന്നത്. അതിൽ ഡിസ്കൗണ്ട് വരും. നല്ലൊരു മോഡലാണ്. ഇതൊരു 7,240, അതായത് MRP. അപ്പോൾ നല്ല റേറ്റ് വ്യത്യാസം കാണുമല്ലോ. റേറ്റ് വ്യത്യാസം വരും. വാഷ് ബേസിൻസ് വരുന്നത് നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റ് വാഷ് ബേസിൻസ് ആണ് വരുന്നത്. ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ആണ് വരുന്നതൊക്കെ. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 8,000 ആ റേഞ്ചാണ് MRP വരുന്നത്. ഓക്കെ. ഇത് ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നിടത്തിന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? വ്യത്യാസം ഉണ്ടാവും. ഇത് 14,000. ഇതെല്ലാത്തിനും ഡിസ്കൗണ്ട് വരും. എല്ലാത്തിലും ഡിസ്കൗണ്ട് വരും. ഇതും കൊള്ളാം, നല്ലൊരു മോഡലാണ്. ഇതിന്റെയൊക്കെ കോട്ടിങ് വന്നാൽ ഒരു 10,000 താഴെ വരും. 14,000 ഒക്കെ വരുമ്പോൾ ഒരു 10,500 ആ റേഞ്ചിലൊക്കെ വരും. മറ്റേതൊക്കെ ആണെങ്കിൽ പിന്നെയും താഴും. 6,000 ആ റേഞ്ചൊക്കെ വരും. യെസ്. ഇതിന്റെ കോട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? അത് പിന്നീട് ഇല്ല അങ്ങനെ പ്രശ്നം വരുന്നില്ല. സെറാമിക് ആണിത്. സെറാമിക് ആണ്. ഈ ക്യൂബിക്കൽസ്, ഇത് ജാഗോറിന്റെ ക്യൂബിക്കൽസ് ആണല്ലേ? ഇത് ഡബിൾ ഡോറാണ് വരുന്നത്. കോണായിട്ട് നമുക്ക് ഏരിയക്കില്ലേ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ. കസ്റ്റമൈസ്ഡ് ആണ്. സ്പേസ് ഏരിയ അനുസരിച്ച് നമുക്ക് ഈ ഒരു സൈസ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ 26,000 റേഞ്ച് വരും. പിന്നെ ഡോർ വേണമെങ്കിൽ നമുക്ക് ഡോർ വെക്കാം. ഓപ്പൺ ആണ്. ഇതിലാണെങ്കിൽ ഇത് വരുമ്പോ ഒരു 35,000 പറഞ്ഞില്ലേ, കസ്റ്റമൈസ്ഡ് ഓരോ വീടിന്റെ സൈസ് അനുസരിച്ച് ഈ പറയുന്ന ഈ ഒരു സ്പേസിലെ റേറ്റ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. ഇത് ഡബിൾ ഡോർ ആണ്. നമുക്ക് സിംഗിൾ ഡോർ വെക്കണമെങ്കിൽ സിംഗിൾ ഡോർ വെക്കാം. ഇത് ഡബിൾ ഡോർ ആണ്. ഓ യെസ്, സിംഗിളും ഡബിളും ആക്കാം ഇതിൽ തന്നെ. ജസ്റ്റ് പാർട്ടീഷൻ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? 35,000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് സ്റ്റീമർ ആണ്. സ്റ്റീമർ എല്ലാം കൊണ്ടുള്ള 2 lakh ആണ് വരുന്നത്. ഓ യെസ്. ഫുൾ ബോട്ടം ഒക്കെ ഫുൾ കവേർഡ് ആ ഒരു സംഭവമാണ്. സ്റ്റീമും കൂടെ ഉള്ളതാണ്. ഓക്കെ. ഇതിപ്പോൾ ഇത്തിരി കോസ്റ്റ് കൂടിയതാണല്ലോ. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ബാത്റൂം. ബാത്ത് ഫിറ്റിങ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള ബാത്ത് ഫിറ്റിങ്സുകൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാത്റൂമുകൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. ഒരു ദിവസം പോലും നമുക്ക് അടച്ചിടാൻ സാധിക്കില്ല. ടിവിയോ ഫ്രിഡ്ജോ മാറ്റി മേടിക്കുന്നത് പോലെ ബാത്ത് ഫിറ്റിങ്സുകൾ എപ്പോഴും മാറ്റി മേടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഫിറ്റിങ്സുകൾ എപ്പോഴും മേടിക്കാൻ ശ്രദ്ധിക്കണം. ബാത്ത് ഫിറ്റിങ്സുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.